ഇതൊരു മുസ്ലിം സബ്ജക്റ്റാ. ഒരു ചേഞ്ച്. അല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജി. ഹാജിയാർക്ക് 3 ഭാര്യമാർ. അതെ, ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ടവറ്റ 2 ആൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, മൂന്നാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. രണ്ടാമത്തെ ഭാര്യ സുഹറാബി വരുന്നു, പ്രശ്നമുണ്ടാവുന്നു. അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ഹാജിയാർ രക്ഷപ്പെട്ടു. എങ്ങനെ? കൈയിന്റെ ചൂണ്ടുവിരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിനനുസരിച്ച് തിരിച്ച് 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 ആ സ്ത്രീ ചുരയിറക്കി. ഹാജിയാർ രക്ഷപ്പെട്ടു. അന്ന് ഹാജിയാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. വാക്ക്? എന്നാ വാക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്നാ പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപേരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി.